ഹായ് ഗായ്സ്, നമ്മൾ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യണം ഗായ്സ്. ഇവിടെ നിറച്ച ആൾക്കാരാണ്, അത് ഞാൻ മെല്ലെ പറയുന്നത്. അങ്ങനെ നമ്മൾ ബസ് കയറിയിരിക്കുന്നു ഗായ്സ്. സമയം 7:15. ഒരു 10 മണിയാകുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തും. നമ്മളവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ ഞാൻ ഓൾറെഡി റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഹോട്ടലിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്യണം. And your driver safe during travel. Under UK law, you must wear your seatbelt whenever you are seated. Please note that children under ഞാൻ അതിന് മുന്നൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ രാവിലെ വന്നിട്ട് ഈവനിങ് പോകും. ഞാൻ നിൽക്കുന്ന അവിടെ നിന്ന് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഒരു 2 hour ഒന്നും ഇല്ല ലണ്ടനിലോട്ട്. നമ്മൾ സാധാരണ മോർണിംഗ് വന്നിട്ട് കറങ്ങിയിട്ട് ഈവനിങ് തിരിച്ചു വരികയായിരുന്നു. പക്ഷെ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് സ്റ്റേ ചെയ്യാൻ പോണത്. നമ്മൾ ഗ്രീൻ വിച്ചിലാണ് റൂം ബുക്ക് ചെയ്തത്. ഇവിടെ റൂമൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഞാൻ സെൻട്രൽ ലണ്ടനിൽ നോക്കി, പക്ഷെ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് ട്രാവൽ ചെയ്യാൻ എന്തായാലും നമ്മൾ ഇതൊക്കെ കാണാൻ വന്നിരിക്കുമല്ലോ. ഞാൻ ഗ്രീൻ വിച്ചിലാണ് റൂം എടുത്തുള്ളത്. നമ്മളിപ്പോൾ എത്താറായി. വിക്ടോറിയ കോച്ച് സ്റ്റേഷനിലാണ് ഇറങ്ങണത്. എന്നിട്ട് നമ്മൾ നേരെ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് നേരെ റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്ത് ഈ പെട്ടി സാധനങ്ങളൊക്കെ അവിടെ വയ്ക്കണം. പിന്നെ എൻ്റെ ഫ്രണ്ട് വരും. നമ്മൾ രണ്ടും കൂടെ എക്സ്പ്ലോർ ചെയ്യും. ഗായ്സ്, അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഞാൻ എല്ലാ കുടമടിയും പെട്ടിയെല്ലാം കൂടെ പിടിച്ച് നടക്കുവാണ്. 12 മണിക്കാണ് ചെക്ക് ഇൻ ടൈം. അപ്പോൾ ഇപ്പോൾ 9:30 ആയിട്ടുള്ളൂ. നല്ല നേരത്തെ എത്തി, 6 മണിക്കൂർ നേരത്തെ എത്തി. അപ്പോൾ ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു മോളിൽ കയറിയിട്ട് നല്ല മെക്ഡിയോ സബ്വേ എന്തെങ്കിലും കഴിച്ചിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് മെല്ലെ ബസ് എടുത്തിട്ട് നേരെ ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്ത് ഈ പെട്ടിയും മടി സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് വേണം കറങ്ങാൻ. എന്ന് പറയുന്നൊരു സമ്പ്രദായം. അപ്പോൾ അതിൻ്റെ ഒരു ഹൈടെക് വേർഷൻ എന്നൊക്കെ പറയാം. ആഫ്റ്റർനൂൺ ടീ ബസ്. ഞാനിത് ബുക്ക് ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ സൈറ്റിൽ കയറി നോക്കിയപ്പോൾ നല്ല പൈസ. ഞാൻ വേണ്ട വിചാരിച്ചു. നല്ല ബോയ് ഫ്രണ്ടൊക്കെ ആയിട്ട് ഡേറ്റിനൊക്കെ വരാനാണെങ്കിൽ ഇതിൽ വരാൻ കഴിയും. നല്ല പരിപാടിയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇവരിങ്ങനെ ടീ സർവ് ചെയ്യും. നമുക്ക് വ്യൂ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ടീ കുടിച്ചിട്ട് പോകാം. നമ്മൾ ഇപ്പോൾ ലണ്ടനായി ബിഗ് ബെൻ ഇതിൻ്റെയൊക്കെ സൈഡിലുള്ള ഈ പാർക്കിലെ ബസ് സ്റ്റേഷനിലാണ്. നമ്മൾ അവിടെ നിന്ന് വാട്ടർലൂ സ്റ്റേഷൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ ഇറങ്ങിയിട്ട് ഇനി ഇവിടെ നിന്ന് ഒരു ബസ് എടുത്തിട്ട് വേണം റൂമിൽ പോകാൻ. അപ്പോൾ ഞാനിങ്ങനെ ബിഗ് ബെൻ കണ്ടപ്പോൾ നമുക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതോ ഈ കാണുന്നതാണ് നമ്മുടെ ബിഗ് ബെൻ. കാണുന്നുണ്ടോ? അപ്പോൾ ഞാൻ എന്തായാലും നമ്മളൊന്നും കാണില്ല. നേരെ പെട്ടി സാധനങ്ങളൊക്കെ വെച്ചിട്ട് വന്നിട്ടേ കാണത്തുള്ളൂ. ഇതാണ് നമ്മുടെ റൂം. നേരെ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ടോയ്ലറ്റ് ഉണ്ട്. വലിയ കുഴപ്പമില്ല, നല്ല അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ് ഉണ്ട്. ഷവർ. നമ്മൾ നേരെ
കേബിൾ കാറിൽ പോവാണ്. കേബിൾ കാർ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഞാൻ എല്ലാ പ്രാവശ്യം ലണ്ടനിലേക്ക് വരുമ്പോഴും ചുമ്മാ ടവർ ബ്രിഡ്ജ് ഇതൊക്കെ കണ്ടിട്ട് പോകാറുള്ളൂ. പക്ഷെ ഇതിലൊന്നിൽ കയറിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ കേബിൾ കാറിൽ കയറാൻ പോണത്. കാണാണ്ടോ ഈ കോമഡി എന്താന്ന് വെച്ചാൽ ഞാൻ വലിയ രീതിയിൽ ഭാഗമൊക്കെ എടുത്തിട്ടുണ്ട്. റെക്കോർഡാവുണ്ടോ എന്ന് നമ്പരാടറിയാം. വീട്ടിൽ പോയിട്ട് ലാപ്പിലിട്ട് നോക്കിയാലറിയാം. അപ്പോൾ കേബിൾ കാർ പോകാം. ഇതെന്താണ് ക്യൂ നോക്ക്. ഇങ്ങനെ ഇത്രയും ക്യൂ. ടിക്കറ്റിന്റെ റേറ്റ് നോക്കട്ടെ. അങ്ങനെ ഞാൻ കേബിൾ കാറിൽ കയറാൻ പോവാണ് ഗൈസ്. കേൾക്കണവർക്ക് ചിലപ്പോൾ ഇത് തോന്നും അയ്യേ തോന്നും. പക്ഷെ ഫോർ മീ എനിക്ക് ചെറിയ അഡ്വഞ്ചേഴ്സ് പോലെ എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ കേറാം, ഇതൊക്കെല്ലാം രസം. ഇതിന്റെ ടിക്കറ്റ് റേറ്റ് പറഞ്ഞത് ഒരു അഡൾട്ടിന് 7 pounds ആണ് 1 way. 2 way ആണെങ്കിൽ മീൻസ് റൗണ്ട് ട്രിപ്പ് ആണെങ്കിൽ 13 pounds ഒരു അഡൾട്ടിന്. നമ്മൾ 1 way എടുത്തോളൂ. നമ്മൾ അവിടെ പോയിട്ട് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ചൈന ടൗൺ പോകാനാണ് പ്ലാൻ. പലതും ഗൈസ് നമ്മൾ റീച്ച് ചെയ്തു. സക്സസ്ഫുള്ളി നമ്മൾ പുഴയിൽ വീണാണ്ട് മറ്റേ സ്ഥലത്ത് ഒരു കുലുക്കം. ശരി ശരി. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. ഇത് കണ്ട നല്ല സ്ഥലം കേട്ടോ ഗൈസ്. എല്ലാവരും വരിക, എക്സ്പ്ലോർ ചെയ്യുക. അങ്ങനെ നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ തീരുമാനിച്ചു. യെസ്, വി ആർ ഗോണ ഹാവ് ഐസ്ക്രീം. ഇവിടെ എല്ലായിടത്തും ഉണ്ട് ഇങ്ങനത്തെ. ഇങ്ങനെയും ഈ കുഞ്ഞു വാനില ഐസ്ക്രീം സെല് ചെയ്യണ പരിപാടി. നല്ല പരിപാടിയില്ല. അപ്പോൾ ഈ ചേട്ടനാണ് സെല് ചെയ്യണത്. ഞാൻ ഐസ്ക്രീം മേടിക്കുവാണേ. ഐസ്ക്രീം മേടിക്കട്ടെ. പറ്റേ ഏതോ കഴിക്കാം. സോ നമ്മൾ ചൈന ടൗൺ എത്തിയിരിക്കുന്നു. ഈ കാണുന്ന സ്ഥലമാണ് ചൈന ടൗൺ. ഞാൻ പറഞ്ഞ വല്ലതും കേൾക്കുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ബിക്കോസ് ഇവിടെ ഒടുക്കത്തെ തിരക്കാണ്. ഒരു പൂരപ്പറമ്പിലുള്ള ആൾക്കാരുണ്ട്.
സാധാരണ സൺഡേ ഈ വൈറ്റ്സിനൊക്കെ വെച്ചിട്ട് സൺഡേ എന്ന് പറയുമ്പോൾ അവർക്ക് ഇതാണ് ശരിക്കും എന്താണ് ഫ്രീ ഡേ, റെസ്റ്റ് ഡേ ആണ്. പക്ഷെ ഇവിടെ എല്ലാവരും ഉണ്ട്. ബൈ ബൈ, നമുക്ക് നമ്മുടെ പണി നോക്കാം. സോ വി ക്യാൻ സ്റ്റാർട്ട് എക്സ്പ്ലോറിംഗ് ചൈനടൗൺ. യാ എന്തോരം ആൾക്കാരല്ലേ, എന്റെ പൊന്നെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ബേക്കറിയിൽ നിന്നാണ് എന്തോ മേടിച്ച് കഴിച്ചത്. ബേക്കറി ഉണ്ടല്ലോ, ചൈന ടൗൺ ബേക്കറി. ഇവിടുത്തെ എന്തോ സാധനമാണ് വൈറൽ, പക്ഷെ അതെന്താണെന്ന് അറിയില്ല. ഞാൻ വന്നൊരു തള്ള വൈബായോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എനിക്കിപ്പോൾ എന്തോ ടാറ്റു ഇഷ്ടമല്ല, മറ്റേ ഹെയർ കളർ ചെയ്യുന്നത് ഇഷ്ടമല്ല. എന്തൊക്കെ മാറ്റങ്ങളാ. ആകെ 24 വയസ്സായുള്ളൂ, അപ്പൊക്കെ തള്ളേ തോന്നിട്ട്. നമ്മളങ്ങനെ എവിടെ പോവാച്ചിട്ടാ? ഇതിലോട്ട് പോവാം, M&M വേൾഡ്. കറക്റ്റ് ടൈമിലാട്ടോ ഞാൻ മറ്റേ ഇത് തുടങ്ങിയത്, ഡയറ്റ് തുടങ്ങിയത്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റേ കുറെ പറക്കി പോക്കറ്റിലൊക്കെ ഇട്ടിട്ടാ വന്നത്. ഇത് കണ്ടോ, ഇവിടെ കുറെ മറ്റേ റിക്ഷോ പോലെ, പിങ്ക് റിക്ഷോ പോലെ. ഇതാണ് നമ്മുടെ പുണ്യപുരാതനമായ ലണ്ടൻ ആയി. നമ്മൾ ലണ്ടൻ ആയിക്ക് വരാൻ പ്ലാൻ ചെയ്തതല്ല, പക്ഷെ നമ്മൾ ഇവിടുന്ന് ഊബർ ബോട്ട് എടുത്തിട്ടാണ് പോവാൻ നിൽക്കുന്നത്. ലണ്ടനിൽ നമ്മുടെ നാളത്തെ ഐറ്റിനറിയിൽ വരുന്നതാണ്. പക്ഷെ ഞാൻ ചുമ്മാ ഇത് കൂടെ പോയതല്ലേ, ഇങ്ങനെ ഒരു നല്ല വ്യൂ കിട്ടിയതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ എടുക്കുന്നു മാത്രം. നാളെ നമ്മൾ ഈ വ്യൂ ചിലപ്പോൾ കണ്ടില്ലെങ്കിലോ, നാളെ നമ്മൾ അതിൻ്റെ അടുത്തോട്ടാവും പോകുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ തേംസ് റിവർ. ഗൈസ്, അങ്ങനെ നമ്മൾ ഊബർ ബോട്ട് വഴി പോവാണ്. എന്താവും എന്തരോ കഴിഞ്ഞ് നേരെ ഗ്രീൻവിച്ചിലോട്ടാണ്. ഈ ആണോ നമ്മൾ ഊബർ ബോട്ട് എടുത്ത് പോകണം. നേരെ റൂമിൽ പോയിട്ട് റെസ്റ്റ്.
ബുക്കൊക്കെ മേടിക്കുമല്ലോ, ബുക്കിന്റെ ചട്ടട മേലൊക്കെ. ഗായ്സ്, ഞാൻ ഊബർ ഇറങ്ങി വന്നപ്പോൾ ഞാൻ സാധനം കണ്ടു. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന്. ബിക്കോസ് ഐ ഹാവ് എ സ്റ്റോറി ടു ടെൽ. അപ്പം എനിക്ക് തോന്നണത് ഇതാണ് മറ്റേ പായ്ക്കപ്പൽ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരു കുന്തത്ത് കയറിയാണ് ഈ നാറുകൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ നാട്ടിലെ സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോയതും നമ്മളെ ഭരിച്ചതൊക്കെ. യെസ്, അങ്ങനത്തെ ഒരു സാധനമാണ് ഈ കാണുന്നത്. അപ്പം ഈ പായ്ക്കപ്പലിൻ്റെ പേരാണ് ക്യൂട്ടി സാക്ക്. ഇത് ക്യൂട്ടി സാക്കാണോ കട്ടി സാക്കാണോ എന്ന് മനസ്സിലായില്ല, പക്ഷേ ഇതാണ് പായ്ക്കപ്പൽ. നമ്മളിപ്പോൾ ഗ്രീൻവിച്ച് എത്തി. ഇവിടെയാണ് ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ രാവിലെ ഇവിടെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഭയങ്കര വണ്ടത്തരം ചെയ്തു, ഭയങ്കര ദൂരെയാണെന്ന്. പക്ഷേ ബൈ ഊബർ വരുമ്പോൾ ഭയങ്കര അടുത്താണ്. കുഴപ്പമില്ല, നമുക്കിനി ഊബർ വഴി പോവാം. ഊബർ ബോട്ട് നോട്ട് ദ പോയിന്റ്. ഗ്രീൻവിച്ചിൽ വരുന്ന എല്ലാവരും ഇനി ലണ്ടനിലോട്ട് പോകണമെങ്കിൽ ഊബർ ബോട്ട് എടുത്ത് പോകുക. കുട്ടി സാർക്ക് സേ ഹായ്. ഹായ്. നമ്മൾ നേരെ റൂമിലോട്ട് പോകുന്നു, റെസ്റ്റ് ചെയ്യുന്നു, ശേഷം ഡേറ്റ്.